അങ്കമാലിയിലുള്ള അഡ്ജസ്റ്റ് കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രവർത്തകരുടെ നൽകുന്നത് അദ്ദേഹത്തിന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയ സമയത്താണെങ്കിൽ പിന്നീട് കോർ കമ്മിറ്റി യോഗത്തിൽ പോകുമ്പോഴാണെങ്കിലും ഒക്കെ BJP പ്രവർത്തകർ അദ്ദേഹത്തെ ആരാർപ്പണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിനൊപ്പം ഷോളണിയിക്കുന്നതിന് വേണ്ടി ഒക്കെ അദ്ദേഹത്തിനൊപ്പം ഷോളണിയിക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് പ്രവർത്തകർ കാത്തു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ അങ്കമാലിയിലെ അഡ്ജസ്റ്റ് കൺവെൻഷൻ സെന്ററിലും സമാന രീതിയിൽ തന്നെയാണ്. ഒരുപാട് പ്രവർത്തകരാണ് ആവേശത്തോടുകൂടി അദ്ദേഹത്തെ ഷോൾ അണിയിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നതിന് വേണ്ടി, പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടിയൊക്കെ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഏതായാലും എല്ലാവരും വലിയ ആവേശത്തോടു കൂടെയാണ് BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് വരവേൽക്കുന്നത് എന്നുള്ളതാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തെ കൂടെ നമുക്കിപ്പോൾ ഈ കൺവെൻഷൻ സെൻറ്ററിൽ അദ്ദേഹത്തിനൊപ്പം ദേശീയ അധ്യക്ഷനൊപ്പം കാണാൻ സാധിക്കും. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ അഡ്ജസ്റ്റ് കൺവെൻഷൻ സെൻറ്ററിൽ ദേശീയ അധ്യക്ഷൻ ബൂത്ത് അധ്യക്ഷന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുമെന്ന് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെയുണ്ട്. ശബരിമലയിലെ സ്വർണ്ണത്തുള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ സജീവമായിരിക്കെ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് PM3 ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ കൃത്യമായി അതിനുവേണ്ട ശ്രമങ്ങൾ നടത്താൻ, ആ പദ്ധതികൾ അതിന്റെ പ്രയോജനം പോലും കേരളത്തിന് ലഭിക്കാതെ പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുപോലെ തന്നെ പ്രയോജനം പോലും കേരളത്തിന് ലഭിക്കാതെ പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുപോലെ തന്നെ എയിംസ് കേരളത്തിന് കൃത്യമായി ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സംസ്ഥാനം ചെയ്യാത്ത വിഷയങ്ങളുണ്ട്. അങ്ങനെ കേരളത്തിൽ നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ സജീവമായിരിക്കെ അത്തരം രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ ദേശീയ അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാവുമോ? ഒപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ദേശീയ അധ്യക്ഷൻ ഈ ബൂത്ത് അധ്യക്ഷന്മാരോട് പങ്കുവെക്കാൻ പോകുന്നത്? ബൂത്ത് തലത്തിൽ തന്നെ ഏതൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ബൂത്ത് അധ്യക്ഷന്മാരോട് അദ്ദേഹം പങ്കുവെക്കാൻ പോകുന്നത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. ഏതായാലും വളരെ യുവത്വം നിറഞ്ഞ വ്യക്തി, 45-ാം വയസ്സിൽ BJPയുടെ ദേശീയ അധ്യക്ഷ ചുമതലയേറ്റതിന് ശേഷം കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തിയ നിതിൻ നബീൻ, അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ അങ്കമാലിയിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ BJP പ്രവർത്തകർ, നേതാക്കൾ നൽകുന്നത്. BJPയുടെ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ ഈ പരിപാടിയിൽ ഉണ്ട്. നേരത്തെ നമ്മൾ BJPയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ സംസാരിക്കുന്നത് കേട്ടതാണ്. അത്തരത്തിൽ മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ ഉൾപ്പെടെ, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇവിടെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഈ ബൂത്ത് അധ്യക്ഷന്മാരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് കടക്കുന്ന കാഴ്ചയാണ്. ആദ്യം അദ്ദേഹം ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയാണ്.